Hi, my dear students. Welcome back to the next topic, Maslow's need hierarchy theory of motivation. അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യ ശ്രേണി പ്രചോദന സിദ്ധാന്തം ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇന്നൊരു പുതിയ കേസ് ഡിസ്കസ് ചെയ്യാം. മിസ്റ്റർ കാർത്തിക് നല്ല വിദ്യാഭ്യാസമുള്ള എന്നാൽ തൊഴിലൊന്നും ഇല്ലാതിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവന്റെ ജീവിത മാർഗത്തിനായി ഒരു തൊഴിൽ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ തന്റെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നത്. സുഹൃത്തിന്റെ പേര് ശ്യാം എന്നായിരുന്നു. കാർത്തിക് തന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെച്ചു. അത് കേട്ടപ്പോൾ ശ്യാം കാർത്തികിന് ഒരു മാസം 5000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു താൽക്കാലിക ജോലി ഒപ്പിച്ചു കൊടുത്തു. കാർത്തികിന് വളരെ സന്തോഷമായി. കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്യാം കാർത്തികിനെ വീണ്ടും കണ്ടുമുട്ടി. അപ്പോൾ കാർത്തിക് നേരത്തെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അത്ര സന്തോഷവാനല്ലായിരുന്നു. കാർത്തിക് റെഗുലർ ഇൻകം കിട്ടുന്ന ഒരു പെർമനന്റ് ജോലി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആദ്യം ശ്യാം മേടിച്ചു കൊടുത്ത ഒരു താൽക്കാലിക ജോലിയല്ലായിരുന്നു. അപ്പൊ അതില് അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അപ്പൊ ഒരു റെഗുലർ ഇൻകം കിട്ടുന്ന ഒരു പെർമനന്റ് ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഈ കൂട്ടുകാരൻ ശ്യാമിന് ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാർത്തികിന് ഒരു 15000 രൂപ സാലറി ഉള്ള ഒരു പെർമനന്റ് ജോലി ഏർപ്പെടുത്തി കൊടുത്തു. അപ്പൊ കാർത്തിക് വീണ്ടും സന്തോഷവാനായി. അങ്ങനെ ആ ജോലി ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു. കുറെ മാസങ്ങൾ കടന്നുപോയി. ശ്യാം വീണ്ടും കാർത്തികിനെ കണ്ടുമുട്ടി. ദാണ്ട കിടക്കുന്നു. കാർത്തിക് വീണ്ടും തന്റെ പ്രസന്റ് ജോബില് അൺഹാപ്പിയായി. അവൻ പറഞ്ഞു, ഇപ്പോഴത്തെ ജോലി പെർമനന്റ് ആണെങ്കിലും ആകെ ബോറിംഗ് ആണ്. മൊത്തം ഒരു വിരസത തോന്നുകയാണ്. അവിടെ ഒരു സോഷ്യൽ കോണ്ടാക്ട്സും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിനാൽ മറ്റൊരു ജോലി അന്വേഷിക്കണമെന്ന്. ഭാഗ്യമെന്ന് പറയട്ടെ, പിന്നീട് കാർത്തികിന് ഉയർന്ന സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും വൈഡ് സോഷ്യൽ കോണ്ടാക്ട്സും ഒക്കെ ലഭിക്കുന്ന ഒരു ജോലി ലഭിച്ചു. അങ്ങനെ കാർത്തിക് വീണ്ടും വളരെ സന്തോഷവാനായി. കാർത്തിക് ഈ വിവരം പറയാൻ ശ്യാമിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ശ്യാം, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി. എനിക്ക് വളരെ ആത്മാഭിമാനം തോന്നുന്നു. എന്റെ സെൽഫ് കോൺഫിഡൻസും പേഴ്സണൽ വർത്തും ഒക്കെ വർദ്ധിച്ചതായിട്ട് തോന്നുന്നു ഈ പുതിയ ജോലിയിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഈ പുതിയ ജോലിയുടെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു കളിച്ചു. അങ്ങനെ കുറെ വർഷങ്ങൾ കടന്നുപോയി. കാർത്തിക് ആ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മാറി. വീണ്ടും കുറെ നാൾ കഴിഞ്ഞ് കാർത്തിക് ശ്യാമിനെ കണ്ടുമുട്ടുന്നു. അപ്പോഴേക്കും കാർത്തിക് തന്റെ കമ്പനിയുടെ 17ാമത്തെ പ്രോഡക്റ്റിന്റെ പേറ്റന്റ് റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. ഇവിടെ കാർത്തികിന്റെ ബിഹേവിയറിനെ നിങ്ങൾ എങ്ങനെയാണ് അനാലിസിസ് നടത്തുന്നത്? ഏതെങ്കിലും നീഡ് കാർത്തികിന്റെ പെരുമാറ്റത്തെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സ്വാധീനിക്കുന്നുണ്ടോ? മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ശ്രേണീക്രമം അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ടോ? കാർത്തിക് എങ്ങനെയാണ് ഇത്തരത്തിൽ ധാരാളം പേറ്റന്റ് റൈറ്റിന്റെ ഓണറായി ആകാൻ സാധിച്ചത്? കാർത്തികിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കമ്പനിയുടെ ധാരാളം പേറ്റന്റ് റൈറ്റുകളൊക്കെ ഉള്ള ഒരു കമ്പനിയുടെ ഓണറാകാൻ സാധിച്ചത്? ഇതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കായ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിൽ നിന്ന് കണ്ടെത്താം. പ്രചോദനം വളരെ സങ്കീർണമായ പ്രക്രിയ ആയതിനാൽ നിരവധി ഗവേഷകർ പല വീക്ഷണകോണുകളിലൂടെ പ്രചോദനത്തെ പഠിക്കുകയും പല സിദ്ധാന്തങ്ങളും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രചോദനാത്മക പ്രതിഭാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ സിദ്ധാന്തങ്ങൾ നമ്മെ സഹായിക്കുന്നു. ഇതിൽ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി മോട്ടിവേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ അടിസ്ഥാനപരമായ ഒന്നാണ്. അതെന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അബ്രഹാം മാസ്ലോ US സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ലോക പ്രശസ്തനായ ഒരു വെൽ നോൺ സൈക്കോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം.
ഫാദർ ഓഫ് മാനേജ്മെന്റ് സൈക്കോളജി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. He developed the theory of motivation based on hierarchy of needs. ആവശ്യങ്ങളുടെ ശ്രേണിയെ ആധാരമാക്കിക്കൊണ്ട് അദ്ദേഹം മോട്ടിവേഷൻ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. To motivate, the manager has to understand the needs and wants of the employees. ഒരു എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യിക്കണമെങ്കിൽ മാനേജർ ആദ്യം ആ എംപ്ലോയിയുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അവനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഹ്യൂമൻ നീഡ്സിനെ 5 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഫിസിയോളജിക്കൽ നീഡ്സ്, നെക്സ്റ്റ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്, നെക്സ്റ്റ് സോഷ്യൽ നീഡ്സ്, നെക്സ്റ്റ് എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇതാണ് മാസ്ലോയുടെ നീഡ് ഹയറാർക്കി. ആവശ്യങ്ങളുടെ ശ്രേണി കാണിക്കുന്ന ചിത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഇതേപോലെ വരയ്ക്കാൻ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഡയഗ്രാം വരയ്ക്കാനായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ മാസ്ലോ പറയുന്നത് ഇതാണ്. മാസ്ലോ സേസ് ദാറ്റ് മോട്ടിവേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ നീഡ്സ്. മനുഷ്യന്റെ ആവശ്യങ്ങളെ ആധാരമാക്കിയാണ് പ്രചോദനം. മോട്ടിവേഷൻ ബേസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഹ്യൂമൻ നീഡ്സിനെയാണ്. ടു മോട്ടിവേറ്റ് മീൻസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ്. മോട്ടിവേറ്റ് ചെയ്യുക എന്നാൽ എന്താ അർത്ഥം? മനുഷ്യരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണ്. ഹ്യൂമൻ നീഡ്സ് ടേക്ക് എ ഹയറാർക്കി. ഹ്യൂമൻ നീഡ്സിന് ഒരു ക്രമമുണ്ട്, ഒരു ഹയറാർക്കിക്കൽ ഓർഡറിലാണ് അത് വരുന്നത്. To motivate the employees, the manager has to understand the needs and wants of the employee. ഒരു എംപ്ലോയിയെ പ്രചോദിപ്പിക്കണമെങ്കിൽ അവന്റെ മാനേജർക്ക് ആ എംപ്ലോയിയുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്താണെന്ന് നന്നായി അറിയാമായിരിക്കണം. ഇത്രയുമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ നോട്ട്സ് വെച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. ഈ നോട്ടാണ് നോട്ട്ബുക്കിലേക്ക് എഴുതുന്നത്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള നോട്ടാണ്. Abraham Maslow, a well-known American psychologist, published the need hierarchy theory to explain the motivation phenomenon. മോട്ടിവേഷൻ എന്ന പ്രതിഭാസത്തെ വിശദീകരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അബ്രഹാം മാസ്ലോ എന്ന ലോക പ്രശസ്തനായ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് നീഡ് ഹയറാർക്കി തിയറി ഡെവലപ്പ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹിസ് തിയറി വാസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ നീഡ്സ്. അദ്ദേഹത്തിന്റെ തിയറി ഹ്യൂമൻ നീഡ്സിനെ ആധാരമാക്കിയിട്ടുള്ളതാണ്. ഹി ഫെൽറ്റ് ദാറ്റ് വിത്തിൻ എവരി ഹ്യൂമൻ ബീയിങ് there exists a hierarchy of 5 needs. അദ്ദേഹം കണ്ടെത്തി ഓരോ മനുഷ്യരിലും ആവശ്യങ്ങളുടെ ഒരു ശ്രേണിയുണ്ട്. അവ മെയിൻ ആയിട്ടും 5 തരത്തിലുള്ള ആവശ്യങ്ങളാണ്. മാസ്ലോസ് തിയറി ഫോക്കസസ് ഓൺ ദി നീഡ്സ് ആൻഡ് ദ ബേസിസ് ഫോർ മോട്ടിവേഷൻ. മാസ്ലോയുടെ ഈ സിദ്ധാന്തം ഫോക്കസ് ചെയ്യുന്നത് ഈ ആവശ്യങ്ങളിലാണ്. അതാണ് മോട്ടിവേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. This theory is widely recognized and appreciated. ഈ തിയറി വളരെയധികം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും അനുമോദിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. However, some of his propositions are questioned on his classification of needs and hierarchy of needs. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ചില നിർദ്ദേശങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും but despite such criticism, ഇത്തരം വിമർശനങ്ങൾ ഉണ്ടെങ്കിലും the theory is still relevant. ഇന്നും ഈ തിയറിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. It helps managers to realize that need level of employees should be identified to provide motivation to them. മാനേജേഴ്സിന് മനസ്സിലായി എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ നീഡിന്റെ ലെവൽ ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം. These human needs are, ആ ഹ്യൂമൻ നീഡുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീണ്ടും സ്ലൈഡിലേക്ക് പോകാം. ഫസ്റ്റ് നീഡ് ഏതാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യമില്ല. ഫസ്റ്റ് ബേസിക്
or physiological needs. These are the basic needs of an individual like food, clothing and shelter. ബേസിക് നീഡ്സ് എന്താ? അടിസ്ഥാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായ അടിസ്ഥാന ആവശ്യങ്ങൾ. അതായത് ഒരാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ അല്ലെ? ആവശ്യത്തിന് ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർക്കാൻ ഒരു പാർപ്പിടം വേണം. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഓരോരുത്തരുടെയും ബേസിക് നീഡ്സ്. അൺലെസ് ദീസ് നീഡ്സ് ആർ മെറ്റ്, എ ഹയർ ലെവൽ നീഡ് വിൽ നോട്ട് അറൈസ്. The majority of a person's activities will probably be directed towards satisfying them. ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത ശേഷം മാത്രമേ അടുത്ത നീഡിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഉള്ളൂ. മജോറിറ്റി ആളുകളും അവരുടെ ഏറ്റവും ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത് ഈ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനായിരിക്കും ആദ്യം ശ്രമിക്കുക. അപ്പൊ നമ്മുടെ കാർത്തിക്ക് ആദ്യം ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു അല്ലെ? അതായത് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പഠിച്ചിറങ്ങി ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ആദ്യം 5000 രൂപ സാലറിക്ക് കയറിയ ജോലിയിൽ അദ്ദേഹം സന്തോഷവാനായിരുന്നു കുറച്ചു നാൾ മാത്രം അല്ലെ? അപ്പൊ അതുവഴി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? അയാളുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സമയം കുറച്ചു നാള് ഹാപ്പി ആയിട്ട് ആ ജോലിയിൽ തുടർന്നു പോയത്. നമ്മുടെ നോട്ട്സ് ഒന്ന് നോക്കുക. ബേസിക് ഓർ ഫിസിയോളജിക്കൽ നീഡ്സ്. These needs are most basic in the hierarchy and corresponds to primary needs. ആവശ്യ ശ്രേണിയിലെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളായ ഇവയെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവയെ എന്തെന്ന് പറയാം? നമുക്ക് പ്രൈമറി നീഡ്സ് എന്നും പറയാം. Hunger, thirst, shelter, sleep and sex are some examples of these needs. വിശപ്പ്, ദാഹം, പാർപ്പിടം, അഭയം, ഉറക്കം, ലൈംഗികത എന്നിവ ഈ ആവശ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. In the organizational context, basic salary helps to satisfy these needs. ഓർഗനൈസേഷന്റെ പശ്ചാത്തലത്തില് അടിസ്ഥാന ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി അടിസ്ഥാന ശമ്പളം നമ്മുടെ ബേസിക് സാലറി ഹെൽപ്പ് ചെയ്യും. ഇവയാണ് ബേസിക് ഓഫ് ഫിസിയോളജിക്കൽ നീഡ്സിനകത്ത് വരുന്നത്. നെക്സ്റ്റ് നീഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷാ ആവശ്യങ്ങൾ. These are the needs for safety and protection against hazards and dangers. അതായത് മറ്റ് ഹാനികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെയുള്ള ശാരീരികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള ഒരു അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു സംരക്ഷണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. People in the organization want job security, personal bodily security, security of source of income, provision for old age, insurance against risk, etc. അപ്പൊ ഈ ഒരു ലെവലില് ആളുകൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? ജോലിയുടെ സുരക്ഷിതത്വം അല്ലെ? നമ്മുടെ കാർത്തിക് അടുത്ത ലെവലിൽ എന്താ ആഗ്രഹിച്ചത്? പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലി, ജോബ് സെക്യൂരിറ്റി, പേഴ്സണൽ ബോഡിയിലെ സെക്യൂരിറ്റി, സോഴ്സ് ഓഫ് ഇൻകം, സെക്യൂരിറ്റി ഓഫ് സോഴ്സ് ഓഫ് ഇൻകം, പ്രൊവിഷൻ ഫോർ ഓൾഡ് ഏജ്, ഇൻഷുറൻസ് അഗൈൻസ്റ്റ് റിസ്ക്, ഇവയൊക്കെയാണ് ആഗ്രഹിച്ചത്. നമുക്ക് നോട്ട് ബേസ് ചെയ്ത് നോക്കാം. Security or safety needs. These needs provide security and protection from physical and emotional harm. ശാരീരികവും വൈകാരികവുമായ ഹാനികളിൽ നിന്ന് സുരക്ഷയും സംരക്ഷണവും നൽകുന്ന ആവശ്യങ്ങളാണിവ. അവയ്ക്ക് ഉദാഹരണങ്ങള് ജോബ് സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, പെൻഷൻ പ്ലാൻസ് എക്സെട്ര. തൊഴിൽ സുരക്ഷ, വരുമാന സ്ഥിരത, പെൻഷൻ പദ്ധതികൾ തുടങ്ങിയവ ഇത്തരം ആവശ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കാർത്തികിന് 15,000 രൂപ ഒരു റെഗുലർ ഇൻകം കിട്ടുന്ന ഒരു പെർമനന്റ് ജോലി കിട്ടിയപ്പോൾ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ആയി അല്ലെ? പിന്നെ അവൻ ആഗ്രഹിച്ചത് എന്താണ്? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. സോഷ്യൽ നീഡ്
or affiliation or belonging needs. അതായത് സാമൂഹിക ആവശ്യങ്ങൾ. These are the needs for love and affection, friendship, a sense of belongingness. അതായത് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണല്ലോ. അയാൾക്ക് സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടതുമുണ്ട്. അയാൾ അംഗീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അയാൾക്ക് സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം, മറ്റുള്ളവരുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളിൽ അയാൾ ഉടലെടുക്കും. ഇവയൊക്കെയാണ് സോഷ്യൽ നീഡിൽ വരുന്നത്. ഓൺ മീറ്റിംഗ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്സ് കം ഇൻ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഏത് നീഡിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ, സോഷ്യൽ നീഡിനെ കുറിച്ച്. സിൻസ് man is a social being, he has to need to belong and to be accepted by various groups. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയല്ലേ. അത് കാരണം അവൻ എപ്പോഴും സൊസൈറ്റിയുടെ അക്സെപ്റ്റൻസും സൊസൈറ്റിയുടെ അംഗീകാരവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ കാർത്തികിന് 15,000 രൂപ ഉള്ള ജോലി, പെർമനന്റ് ജോലി കിട്ടി. എങ്കിലും കാർത്തിക് എന്താ പറഞ്ഞത്? എനിക്ക് ആകെ ബോറിംഗ് ആണ്, യാതൊരു സോഷ്യൽ കോണ്ടാക്ട്സും അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മറ്റൊരു ജോലി അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത് അല്ലെ. നമുക്ക് നോട്ട്സിലേക്ക് നോക്കാം. സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ ഏതെങ്ങനെ അറിയപ്പെടാം? അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ് നീഡ്സ്. ദീസ് നീഡ്സ് റെഫർ ടു അഫെക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, acceptance and friendship. ഇവയെ സ്നേഹം, സഹവർത്തിത്വം, അംഗീകാരം, സൗഹൃദം ഇവയൊക്കെയാണ് ഈ സോഷ്യൽ നീഡിനകത്ത് ഉൾപ്പെടുന്നത്. അതുപോലെ ഇനി ഇത്തരത്തിലുള്ള സോഷ്യൽ നീഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? കോഡിയൽ റിലേഷൻസ് വിത്ത് കൊളീഗ്സ് ആൻഡ് സാറ്റിസ്ഫൈ ദീസ് നീഡ്സ്. അതായത് അവരുടെയുള്ള എംപ്ലോയീസിന് കൊളീഗ്സുമായിട്ട് ഒരു കോഡിയൽ റിലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. അതായത് എംപ്ലോയീസ് ഓഫൺ ഫോം ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ടു സാറ്റിസ്ഫൈ ദെയർ സോഷ്യൽ നീഡ്സ്. അവരുടെ സോഷ്യൽ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇൻഫോർമൽ ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് വഴി അവർക്കിടയിൽ ഒരു സോഷ്യൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ്, എസ്റ്റീം നീഡ്സ് മീൻസ് ആത്മാഭിമാന ആവശ്യങ്ങൾ. നമുക്ക് സ്ലൈഡിൽ നോക്കാം. These needs are the desire for status, prestige, dignity, self-respect, independence, respect from others, etc. അഭിമാന ആവശ്യങ്ങൾ, സ്വാഭിമാന ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സ്വാഭിമാനം, ആത്മവിശ്വാസം, സമൂഹം തനിക്ക് വില കൽപ്പിക്കുന്നുണ്ട് എന്ന തോന്നൽ, മറ്റുള്ളവർ ബഹുമാനിക്കുന്നു എന്ന വിചാരം, മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കൽ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉൾപ്പെടുത്തുക എന്നിവയെല്ലാം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. The organization can satisfy these needs by recognizing and appreciating good performance, promotions, etc. അപ്പോൾ ഓർഗനൈസേഷന് ഈ സോഷ്യൽ നീഡ്സ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാം? അവർക്ക് റെക്കഗ്നേഷൻ, അംഗീകാരങ്ങളും അനുമോദനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട്, എന്തെങ്കിലും അവാർഡുകളും അങ്ങനെയുള്ള പ്രശംസാ പത്രങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട്, പ്രൊമോഷനുകളൊക്കെ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാം. കൂടുതലും നോൺ മോണിറ്ററി ഇൻസെന്റീവ്സ് ആണ് ഇത്തരം ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത്. നോക്കാം. Esteem needs or ego needs. These include factors such as self-respect, autonomy, status, recognition, and attention. ആത്മാഭിമാനം, സ്വയം ഭരണ പദവി, അംഗീകാരം, ശ്രദ്ധ പിടിച്ചുപറ്റൽ എന്നീ ഘടകങ്ങൾ ഇത്തരം ആവശ്യകതയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം സാക്ഷാത്കാരത്തിനായിട്ടുള്ള ആവശ്യങ്ങൾ. സെൽഫ് ആക്ച്വലൈസേഷൻ ഈസ് ദ നീഡ് ടു മാക്സിമൈസ് വൺസ് പൊട്ടൻഷ്യൽ. അതായത് ഒരാളുടെ ആവശ്യ ശ്രേണിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും ഉന്നത തലത്തിലുള്ള ആവശ്യമാണ്
സെൽഫ് ആക്ച്വലൈസേഷൻ നേടുന്നത്. ഒരുവന് എത്രത്തോളം എത്തിപ്പിടിക്കാമോ അത്രത്തോളം ആയിത്തീരാനുള്ള ആഗ്രഹത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളർച്ച, സ്വയം സാക്ഷാത്കാരം, ലക്ഷ്യങ്ങൾ നേടൽ തുടങ്ങിയവയെല്ലാം ഈ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഒരുവന് എത്രത്തോളം ഉന്നതിയിലെത്താമോ അത്രയും ആകുവാനുള്ള ആഗ്രഹം. In other words, it is an urge to use one's potentialities for the achievement of life ambition. അല്ലെ? ഇത്തരത്തിലുള്ള നീഡിനാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. It is the highest level of need in the hierarchy. ആവശ്യ ശ്രേണി ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ആവശ്യമാണിത്. It refers to the drive to become what one is capable of becoming. ഒരു വ്യക്തി എന്തെല്ലാം ആകണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതിന്റെ പരമോന്നതിയിൽ എത്തിക്കാൻ ഈ ആവശ്യങ്ങൾ അവനെ പ്രാപ്തനാക്കും. These needs include growth, self-fulfillment and achievement of goals. ഈ ആവശ്യങ്ങളിൽ വളർച്ച, സ്വയം നിറവേറ്റൽ, ലക്ഷ്യപ്രാപ്തി എന്നിവ ഉൾപ്പെടുന്നു. ഇത്രയുമാണ് മാസ്ലോ ക്ലാസിഫൈ ചെയ്യുന്ന 5 നീഡുകൾ. അത് ഈ രീതിയിൽ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ബുക്കിലോട്ടും ഇത് വരയ്ക്കണം. ഏറ്റവും താഴെ ഫിസിയോളജിക്കൽ നീഡ്സ്, നെക്സ്റ്റ് അതിന്റെ മുകളിൽ വേണം സേഫ്റ്റി നീഡ്. ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. സേഫ്റ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾ മാത്രമാണ് പിന്നെ ഇതിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. സോഷ്യൽ നീഡ്, അത് കഴിഞ്ഞ് എസ്റ്റീം നീഡ്, അതൊക്കെ മുകളിൽ ഏറ്റവും മുകളിൽ ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതിന്റെ ഓർഡർ തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മാർക്ക് കിട്ടില്ല. ഇനി അതുപോലെ ഒരു ചെറിയ കാര്യം കൂടി ഉള്ളൂ ഇതിനകത്ത്. മാസ്ലോസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസംപ്ഷൻസ്. മാസ്ലോയുടെ ഈ തിയറി എന്തൊക്കെ സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് കൂടി നമുക്ക് നോക്കണം. ഫസ്റ്റ്, പീപ്പിൾസ് ബിഹേവിയർ ഈസ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്. എന്താണ്? ഒരു വ്യക്തിയുടെ സ്വഭാവം അയാളുടെ ആവശ്യ പൂർത്തീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലെ? അയാളുടെ ആവശ്യം എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതിനെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിയുടെ ബിഹേവിയർ നിൽക്കുന്നത്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് സച്ച് നീഡ്സ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ. അത്തരം ആവശ്യങ്ങളുടെ സംതൃപ്തി അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. ഒരു അസംപ്ഷൻ അത്. എന്താണ്? പീപ്പിൾസ് ബിഹേവിയർ ഈസ് based on their needs. അണ്ടർലൈൻ ചെയ്തിടുക. നെക്സ്റ്റ്, people's needs are in hierarchical order, starting from basic needs to other higher level needs. ഇവയെല്ലാം എങ്ങനെയാണ്? ഹയറാർക്കിക്കൽ ഓർഡറിലാണ്, അല്ലെ? ക്രമാനുഗതമായിട്ടുള്ള ഒരു ശ്രേണിയാണ്. അണ്ടർലൈൻ ഹയറാർക്കിക്കൽ ഓർഡർ. അതായത് ഒരു വ്യക്തിയുടെ ആവശ്യ പൂർത്തീകരണം ഒരു പ്രത്യേക ശൃംഖലയിൽ അധിഷ്ഠിതമാണ്. അത് അവന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് വരെ പോവുകയാണ് ചെയ്യുന്നത്. Third assumption, a satisfied need can no longer motivate a person. Only next higher level need can motivate them. തൃപ്തീകരിക്കപ്പെട്ട ഒരു ആവശ്യം ഒരു വ്യക്തിയെ പ്രചോദിപ്പിക്കില്ല. അതായത് സാറ്റിസ്ഫൈ ചെയ്ത ഒരു നീഡ് വീണ്ടും അത് തന്നെ കൊടുത്താൽ ഒരിക്കലും അവൻ എന്ത് കിട്ടില്ല? പ്രചോദനം കിട്ടില്ല. Only next higher level need can motivate them. അടുത്ത ഉയർന്ന തലത്തിലുള്ള നീഡിനെയാണ് അവനെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. ഫോർത്ത് അസംപ്ഷൻ അതിനകത്ത് അണ്ടർലൈൻ ചെയ്യുക. സാറ്റിസ്ഫൈഡ് നീഡ് can no longer motivate a person. Next, a person moves to the next higher level of the hierarchy only when the lower need is satisfied. അതായത് താഴ്ന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ തൃപ്തിയാകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ ഒരാൾ ശ്രേണിയുടെ അടുത്ത ഉയർന്ന തലത്തിലേക്ക് നീങ്ങുകയുള്ളൂ. എന്താണ് അണ്ടർലൈൻ ചെയ്യുക? Person moves to the next higher level hierarchy only when the lower need is satisfied. ഇത്രയുമാണ് മാസ്ലോയുടെ തിയറിയുടെ അസംപ്ഷൻസ്, സങ്കല്പങ്ങൾ. ഡയഗ്രാംസ് ഒക്കെ ടെക്സ്റ്റ് ഉള്ളതാണ്. ഇത് വരച്ച് നോട്ടിലോട്ട് വരയ്ക്കണം. നിങ്ങളോട് മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറിയുടെ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചെന്നാൽ ഈ ട്രയാങ്കിൾ ഫോമിലുള്ളത് വരയ്ക്കുക കേട്ടോ. ഇതാണ് കൂടുതൽ നല്ലത്.
പിന്നെ ഇത് ഒക്കെ അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നതാണ് കളർഫുൾ ആയിട്ട്. ഇതിനകത്ത് അതിന്റെ അസംഷൻസ് ആണ് പറയുന്നത്. ഹ്യൂമൻ വാട്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് വേരിയഡ്. ദീസ് നീഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ സീരീസ് ഓഫ് പ്രിഫറൻസ്. നമ്മൾ പറഞ്ഞില്ലേ ഇതിനൊരു ശ്രേണിയുണ്ട്, ആ രീതിയിലാണ് ഈ നീഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അതൊരിക്കലും മാറ്റി എഴുതരുത്. അതുപോലെ എ സാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ നെവർ വർക്ക് ആസ് എ മോട്ടിവേറ്റർ. തൃപ്തീകരിച്ച് സാറ്റിസ്ഫൈ ചെയ്ത ഒരു നീഡ് ഒരിക്കലും ഒരു പ്രചോദകമാവില്ല. അല്ലെ, ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നതിന്റെ മുന്നിലേക്ക് വീണ്ടും ഫുഡുമായിട്ട് ചേർന്നാൽ അവന് എന്തെങ്കിലും താല്പര്യം തോന്നും? ഇല്ല. അതുപോലെ സാറ്റിസ്ഫൈ ചെയ്യാത്ത നീഡുകൾ മാത്രമാണ് നമുക്ക് എന്തായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, മോട്ടിവേറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത്രയുമാണ് നീഡ് ഹൈറാർക്കി റിലേറ്റ് ചെയ്ത് സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.